ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിവാസ് ബ്ലോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ്. അപ്പം നമ്മൾ ഇന്ന് മേളത്തെ റൂമിലോട്ട് പോകണം. എൻ്റെ ഭാവ എടുക്കണം. നമ്മൾ മേളത്തെ റൂമിൽ. അപ്പം ഗൈസ്, ഇത് കണ്ടോ, പുതിയ പ്ലാന്റ് ഇവിടെ വെച്ചു ഞങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ മേളത്തെ റൂമിൽ എത്താനായി. അപ്പോൾ നമ്മൾ മേളത്തെ റൂമിലെത്തി. ഹൈ, എൻ്റെ റൂമെത്തി. ഇന്ന് ഞാൻ ഇവിടെ ആണ് കേട്ടോ കിടന്നത്. ഓക്കെ, അപ്പം അതായത് എൻ്റെ ശരിക്കുള്ള പ്ലേ റൂം. നമ്മൾ പാവക്കുട്ടി എടുത്തു. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ സൈക്കിൾ ചവിട്ടാൻ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് സൈക്കിൾ ചവിട്ടിയാലോ ഒരു ഡൗട്ട്. അല്ലെങ്കിൽ നമുക്ക് അച്ഛനോടും അമ്മേനോടും ചോദിച്ചിട്ട് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാം. ആരോ ഇപ്പം മുറ്റത്തോട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. അതായിരിക്കും വാതിൽ തുറന്നു. ആരും വന്നില്ല. അപ്പുറത്തെ വീട്ടിൽ മതിൽ കെട്ടുകയാണ് കേസ്. എൻ്റെ ബംഗാളികൾ വന്ന് നോക്കി. പാവം, ഞാനിവിടെ സോഫ വെച്ചു. പിന്നെ ഇനിയിപ്പോൾ ടി വി ഉണക്കണം. അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും കളിക്കാം. അപ്പം എന്ത് കളിക്കും? ഒന്നും കളിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വീണ്ടും ഇവിടെ നമ്മുടെ പേര് വന്നിരിക്കുകയാണ്. അപ്പം കേശയോ നമ്മൾ ക്യാമറ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. ഗൈസ്, എൻ്റെ കൈ വേദന എടുക്കുന്നു. എന്താ വേദന? ആഹാ ആഹാ, കൈ നല്ല വേദന, തുള്ളുമിളമായി. അപ്പം നെക്സ്റ്റ് ഇവിടെ ഒന്ന് കിടക്കുക. അപ്പം ഗൈസ്, ഇപ്പോഴാണ് എനിക്ക് കാര്യം ഓർമ്മ വന്നത്. ഗൈസ്, എൻ്റെ ക്ലേ ഉണ്ട്. നമുക്ക് അതും വെച്ച് എന്തെങ്കിലും ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഇതുണ്ട് ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ ഒരു ബോട്ടിൽ പോലൊരു സാധനമാണ്. ഈ ബോട്ടിൽ പോലത്തെ സാധനം നമുക്ക് ക്യാമറ ഫിറ്റ് ചെയ്യണം. അയ്യോ, ക്യാമറ അരിഞ്ഞു പോയി. ഓക്കെ, ഈ ബോട്ടില്ലാത്താണ് കേട്ടോ എൻ്റെ ക്ലേ. ഇതുണ്ടോ ഗൈസ്, താഴെ രണ്ട് കണ്ടു നോക്കും. പിങ്കി പോലെ പിങ്ക് ചോന്നാണ്ട് ഇത്രേ ക്ലേ വന്നുള്ളൂ. ഇനി കണ്ടു കിട്ടതാ പർപ്പിൾ ഗ്രീൻ ഷേപ്പുകളാണ്. ഇതെന്ത് ഷേപ്പാ? നമ്മുടെ ഞാൻ പേര് മറന്നുപോയി ഗൈസ്. നമ്മൾ കണ്ണിലിങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ക്ലേ ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ വരും. എന്നിട്ട് നീ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല ഗൈസ്, ഉള്ളിൽ വെറും വൈറ്റ് ക്ലേ. ബോക്സ് എടുത്ത് അറിയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഈ ക്ലേകളൊന്ന് കട്ടിപിടിച്ചു ഗൈസ്. ഞാൻ ഇത്രയും നാൾ ഉപയോഗിക്കാതെ അടച്ചു വെച്ചതാണ്. പക്ഷെ എന്നിട്ട് കട്ടി പിടിച്ചു. അത് സോഫ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ കൈ ഇട്ടിങ്ങനെ ഇളക്കണം. എൻ്റെ മഞ്ഞ എന്താ കഷ്ടം ഇല്ലേ? ഇത് കണ്ടോ? അപ്പോൾ ഗൈസ്, ഞാനാണ് ഇപ്പം എൻ്റെ ചെറുപ്പത്തിൽ കുറച്ച് വീഡിയോസൊക്കെ ഇരിപ്പുണ്ട്. അതിടാത്ത എന്താണെന്ന് വെച്ചാൽ കോപ്പി റൈറ്റിങ് വരും. അപ്പോൾ എനിക്ക് ഒരു വട്ടം കോപ്പി റൈറ്റിങ് വന്നു. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചെറുപ്പത്തിലെ വീഡിയോസ് ഒന്നും ഇടാത്തത്. നിങ്ങൾ കുഞ്ചു ശിവ പൊന്നു യൂട്യൂബ് ചാനൽ കാണാറുണ്ടെങ്കിൽ അവളുടെ ചെറുപ്പത്തിലെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കാണും. പക്ഷെ ഞാൻ അങ്ങനെ ഒന്ന് ഇട്ടപ്പം കോപ്പി റൈറ്റിങ് വന്നു. അപ്പം അത് പോയില്ല, ഡിലീറ്റ് ആക്കി. നല്ല ഇപ്പം നമ്മുടെ ക്ലേ സാധാ പരിവായി. പക്ഷെ നമ്മൾ ക്ലേ ഇവിടെ ഇങ്ങനെ വെക്കുന്നതായിട്ട് കാണത്തില്ല. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചു. പക്ഷെ നമ്മൾ ബോക്സ് കാണാം. ഞാൻ ഇവിടെ ഇട്ട് വെച്ചു. ബോക്സ് ഓക്കെ. അയ്യോ, പർപ്പിൾ മാത്രം വന്നില്ല. കണ്ടോ ഗൈസ്, പണി നമുക്ക് 8ൻ്റെ പണി കിട്ടി. എനിക്കൊരു കാർഡ്ബോർഡ് വേണം. കാർഡ്ബോർഡ് നമുക്ക്
എൻ്റെ എക്സാം ബോർഡ്. അയ്യോ, അപ്പം എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് ക്ലേ കളി എന്നാണ് പറയുന്നത്. എൻ്റെ ബാഗ് എന്തൊരു ഭാരം. അപ്പം ഗൈസ്, ഞാൻ ഇന്ന് ചിലപ്പം അച്ഛൻ വീട്ടിൽ പോവും. എന്നുവെച്ചാൽ പഴയ വീട്, കളിക്കാൻ കൂടുണ്ട്. ഇന്ന് ഇവിടെ ആരും ഒരു വൈറ്റ് ബോർഡ് പോലത്തെ. ഇത് പണ്ട് ചെറുപ്പത്തിൽ ഞാൻ കുത്തി വരച്ചതാണ് ഗൈസ്, ഞാൻ കുത്തി വരച്ചത്. ആ ഓർമ്മകളൊക്കെ ഇപ്പോഴും ബാക്കി. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആണ് ശരിയാക്കി. അപ്പോൾ നമുക്ക് ബ്ലാക്കിന് പറ്റിയത് ഏതെങ്കിലും നോക്കാം. ഡൈനോസർ എടുക്കാം. ഇതിൻ്റെ കൂടുതൽ മറ്റേ പരുത്തുന്ന സാധനമുണ്ട്, അതും നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മൾ ആ സാധനം കൂടെ എടുക്കുന്നുണ്ട്. അത് നമ്മുടെ അടുത്ത് തന്നെയുണ്ട് ഗൈസ്. ഇവിടെ ഈ ഒരു പെട്ടിയുണ്ട് ഗൈസ്, ആ പെട്ടിക്കകത്ത് കഴിഞ്ഞ. അപ്പോൾ ഗൈസ്, നമുക്കൊരു ആവശ്യത്തിനുണ്ടായിരുന്നു, അമ്മ വിളിച്ചതാണേ. ഈ ഒരു ബോർഡിലാണ് നമ്മളിന്ന് ക്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇത് ചുരുട്ടുണ്ടാക്കാൻ പോകും. ചപ്പാത്തി വരത്തുന്നു, അങ്ങോട്ട് വരത്തണം. ആഹാ, ഇതൊന്ന് ചപ്പാത്തി വരത്തുന്ന. ഇപ്പം ചപ്പാത്തി വരത്തിലൊക്കെ നടക്കുന്നതേ ഉള്ളൂ. സങ്കരവ ബിരി ബമ്മ ബിരി ബമ്മ വകമാക്കമ വകമാക്കമ ചമക്ക് സിലബസ്. ഇപ്പം എല്ലാവരും കാണും. ഇപ്പോൾ ചിലരൊക്കെ വീഡിയോസ് കാണുമ്പം, ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു, എൻ്റെ തലയ്ക്കകത്ത് ചേച്ചിമാർ ചെമ്പരത്തി വെച്ചിരുന്നു. അത് കണ്ടപ്പോൾ ആർക്കെങ്കിലും എനിക്ക് വട്ടി പിടിച്ച പോലെ തോന്നിയോ? അത് തന്നെയാണ് ഇപ്പോൾ വലുതായപ്പോഴും. എനിക്ക് എൻ്റെ ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞ് വെറുതെ ചോദിക്കാത്ത ചെറുപ്പത്തിൽ എന്നെ എടുത്ത് ചെമ്പരത്തി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് വല്ലതും നമ്മൾ എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ് വെച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ വട്ടുള്ള ഫോട്ടോസൊന്നും ചെയ്തില്ല, മറ്റേ വേറെ ഫോട്ടോസ്. അപ്പം ഇന്ന് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡേ മൈ ലൈഫ് കഴിഞ്ഞ് ചെയ്യാം. നമ്മൾ എൻ്റെ ചപ്പാത്തി പരത്തി, നമ്മൾ ഡൈനോസർ ചപ്പാത്തി ആക്കാൻ വേണ്ടി ഷേപ്പ് ഇച്ചിരി വലുതാണെന്ന് തോന്നുന്നു, ചെറുതായിരുന്നു. എനിക്ക് പിടിക്കണം. ക്ലേ പറിച്ചെടുത്തു, ക്ലേ പറിച്ചു, ഇവിടുന്നും പറിക്കണം, അവിടുന്നും പറിച്ചു. അപ്പം ഗൈസ്, നമുക്ക് ഏറ്റവും അവസാനമാണ് ഒരു ഡൈനോസർ ഷേപ്പ് കിട്ടിയതാ. ചെറിയൊരു ഡൈനോസർ ഷേപ്പ്. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു ഡൈനോസർ ഷേപ്പ് കിട്ടിയത്. നെക്സ്റ്റ് നമുക്ക് ഏതെടുക്കാം? നമുക്ക് പർപ്പിൾ എടുക്കാം, ലൈറ്റ് പർപ്പിൾ എടുക്കാം. നല്ല പാടാണ് കേട്ടോ ഇത്. ഞാൻ ഇത് കണ്ടോ, എൻ്റെ ചേച്ചിയുടെ ഉപ്പ ഇതുണ്ട്. അതിൻ്റെ അടുത്ത് നീല ഒരു പവട, ഇതൊക്കെ ഇളക്കിയെടുക്കണം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പം ബായ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീടും കാണാം. ബായ്.